നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഡൽഹി കർഷക സമരങ്ങൾ കൊണ്ടിപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ആൻഡ് ഈ പ്രതിഷേധിക്കുന്ന കർഷകരുടെ എല്ലാവരുടെയും ഡിമാൻഡ് എന്താണ്? MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, അഥവാ മലയാളത്തിൽ നമ്മൾ താങ്ങുവില എന്നൊക്കെ പറയുന്ന സാധനത്തിന് ഒരു ലീഗൽ ബാക്കിംഗ് കൊടുക്കുക, സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കൊടുക്കുക. ഇപ്പോൾ MSP ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാണ്. പക്ഷെ അത് ബാധ്യതയായിട്ട് തന്നെ എന്നും നിലനിൽക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. സോ MSP ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാക്കുന്ന ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് കർഷകരുടെ ഡിമാൻഡ്. അതുകൊണ്ട് ഇന്നത്തെ പൾസ് ഓഫ് ദി പ്രസൻറ്റ് എന്ന് പറയുന്ന സീരീസിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫോർ ഡിസ്കഷൻ എന്താണ്? MSP ആണ്. വെറും MSPനെ പറ്റിയിട്ടല്ല, എൻറ്റയർ MSP റെജീമിനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണണം. നിങ്ങളുടെ പ്രിലിംസിനും മെയിൻസിനും ഇൻ്റർവ്യൂവിനും വരെയും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പം പ്രിലിംസിൻ്റെ PYQ അനാലിസിസ് നമ്മൾ നടത്തിയപ്പോൾ അഗ്രികൾച്ചർ പ്രൈസിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ MSP റെജീമും. സോ അഗ്രികൾച്ചർ പ്രൈസിങ്ങിൽ നിന്ന് ഏതാണ്ട് 6 ചോദ്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചോദിച്ചത്. സോ ഇതൊക്കെ ന്യൂസിൽ എപ്പോഴും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും IAS ഹബിൻ്റെ പൾസ് ഓഫ് ദി പ്രസൻറ്റ് എന്ന് പറഞ്ഞ സീരീസിലേക്ക് സ്വാഗതം. സോ നമുക്ക് ആദ്യമേ MSP റെജീമിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ MSP ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് സപ്പോർട്ട് പോളിസിയാണ് MSP. എന്തുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് സപ്പോർട്ട് പോളിസിയാണ് MSP എന്ന് പറയാനായിട്ടുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവില ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ, സോവിങ്ങിന് മുമ്പ് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യും? വിളകളുടെ താങ്ങുവില പ്രഖ്യാപിക്കും. ആൻഡ് ഈ റേറ്റിലായിരിക്കും, ഈ പ്രൈസിലായിരിക്കും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? പ്രൊക്യൂർ ചെയ്യുന്നത്, കർഷകരുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത്. സോ അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് ബേസിക്കലി MSP എന്ന് പറഞ്ഞത്. അതുകൊണ്ട് MSPസിനെ ഇക്കണോമിസ്റ്റുകൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? എ ലോങ് ടേം ഗ്യാരണ്ടി ഫോർ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓഫ് ഫാമേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും പുട്ട് ഫോർവേഡ് ചെയ്യാം. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇൻഷുറൻസ് എഗെയിൻസ്റ്റ് എനി ഷാർപ്പ് ഫോൾ ഇൻ പ്രൈസസ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി MSP എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് മറ്റൊരു ആംഗിളും കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഗവൺമെൻറ് നടത്താറുണ്ട്. ഗവൺമെൻറ് ബഫർ സ്റ്റോക്ക് ഉണ്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ട്. റേഷൻ കടകൾ വഴി എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് ധാന്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ആൻഡ് ആ ഒരു പർപ്പസിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MSP റെജീം എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് താങ്ങുവില അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1965 ആദ്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ റവല്യൂഷൻ ആയിരുന്നു. സോ ഈ ഗ്രീൻ റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടുക, മോർ ഏരിയാസ് അണ്ടർ കൾട്ടിവേഷനിൽ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എന്താണ്? മാർക്കറ്റിലേക്ക് കൂടുതൽ സപ്ലൈ ഉണ്ടാവുകയാണ്. ഓക്കെ, സിറിയൽസിൻ്റെ കൂടുതൽ സപ്ലൈ ഉണ്ടാവുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? വില ഇടിയാൻ തുടങ്ങി. ഓക്കെ, സപ്ലൈ കൂടുമ്പോഴത്തേനും കോസ്റ്റ് താഴേക്ക് പോകും. ആൻഡ് ആ ടൈമിൽ അവർക്കൊരു കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ കൃഷി ഇറക്കുന്ന ആൾക്കാർക്കൊരു ഇൻസെൻറ്റീവ് എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ്റിന് താങ്ങുവില പ്രഖ്യാപിക്കേണ്ടി വരുന്നു. ഇതാണ് MSP എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റെജീമിൻ്റെ തുടക്കം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റഡ് ആകുന്ന എന്നാണ്? 1966-67 ടൈമിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സോ ഇങ്ങനെ തുടങ്ങിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം ഇന്ന് ഓൾമോസ്റ്റ് 4% ഓഫ് ഇന്ത്യസ് GDPനെ കൺസ്യൂം ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് മാറിയിരിക്കുന്നു. വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? അത് ഇന്ത്യയിൽ മാറി എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഗവൺമെൻറ് MSP അഥവാ താങ്ങുവില നിശ്ചയിക്കുന്നത് എന്നുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. കൂടുതലും പ്രിലിമിനറി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഫോർമുലേനെ ബേസ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഈ താങ്ങുവില നിശ്ചയിക്കുന്നത്. ആൻഡ് ഈ ഫോർമുല പുട്ട് ഫോർവേഡ് ചെയ്ത് ആരാണ്? മറ്റാരുമല്ല, സാക്ഷാൽ MS സ്വാമിനാഥൻ. ഓക്കെ, സോ MS സ്വാമിനാഥൻ മരണപ്പെട്ടത് വളരെ അടുത്താണ് എന്ന് അറിഞ്ഞിരിക്കുക. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ സ്വാമിനാഥൻ കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള ഒരു ഫോർമുല പ്രകാരമാണ് ഗവൺമെൻറ് MSP നിശ്ചയിക്കുന്നത്. ആൻഡ് ദാറ്റ് കമ്മീഷൻ വാസ് കോൾഡ് ആസ് ദി നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സ്. 2004 സെറ്റപ്പ് ചെയ്ത്. ഓക്കെ,
ഏതാണ്ട് 9 പോയിന്റ്സ് ഉള്ളൊരു ഫോർമുലയാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതിലെ 3 ക്ലോസുകൾ മാത്രമേ ഗവൺമെൻറ്റിന് സ്വീകരിക്കുന്നുള്ളൂ. നമുക്ക് പുറകെ നോക്കാം. ആൻഡ് ഈ ഫോർമുല പ്രകാരം താങ്ങുവിലേൻ്റെ ആദ്യത്തെ റെക്കമെൻഡേഷൻസ് സമർപ്പിക്കുന്ന ആരാണ്? CACP, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസിംഗ് എന്ന് പറയും. ഓക്കെ, പക്ഷേ CACP ഒരു അഡ്വൈസറി ബോഡിയാണ്. ഓക്കെ, CACP എന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്. ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്ഡ് ഓഫീസ് ടു ദി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഓക്കെ, സോ ഇവർ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് MSP ഓരോ ക്രോപ്പിനും എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്യുന്നു. പക്ഷേ ഇത് വെറും ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്. CACP വെക്കുന്ന റെക്കമെൻഡേഷൻസിൽ അവസാനം തീരുമാനമെടുക്കുന്നത് ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ ചെയർ ചെയ്യുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ്. ഓക്കെ, സോ ദ ഫൈനൽ ഡിസിഷൻ വരുന്നത് ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് നോക്കാം ആ ഫോർമുലയെ പറ്റി. നമ്മൾ പറഞ്ഞു പോയി, കാരണം MS സ്വാമിനാഥൻ മുന്നോട്ട് വെച്ച ഇത് പ്രകാരം വന്ന ഫോർമുലയാണ്. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതാണ്ട് 9 ക്രൈറ്റീരിയാസ് ഉള്ളൊരു ഫോർമുലയാണ് MS സ്വാമിനാഥൻ മുന്നോട്ട് വെച്ചതെങ്കിലും പൊതുവെ 3 കാര്യങ്ങൾ മാത്രമാണ് ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 2 എണ്ണം മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, A2 പ്ലസ് FL ആൻഡ് C2. A2 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻപുട്ട് കോസ്റ്റ്. ഓക്കെ, സിംപ്ലി പുട്ടിങ് ഇൻപുട്ട് കോസ്റ്റ് ആണ് A2 എന്ന് പറയുന്നത്. സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇതിനൊക്കെ ഉണ്ടാകുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, അതാണ് A2 പ്ലസ് FL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫാമിലി ലേബറും കൂടി ഉൾപ്പെടുത്തുന്നു. കാരണം ഫാമിലി ലേബർ പലപ്പോഴും അൺപെയ്ഡ് ആണല്ലോ. സോ ഫാമിലി ലേബറും കൂടി ഉൾപ്പെടുത്തുന്നു. അതാണ് A2 പ്ലസ് FL എന്ന് പറഞ്ഞ്. ബാക്കിയുള്ള കുറച്ച് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കോസ്റ്റുകളെ C2 എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഗവൺമെൻറ് അത് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ MSP കാൽക്കുലേഷൻ, CACPൻ്റെ MSP കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A2 പ്ലസ് FL എടുക്കും. ഇത് രണ്ടും കൂടി എടുക്കും. ഫാമിലി ലേബറും അൺപെയ്ഡ് ഫാമിലി ലേബറും ഇൻപുട്ട് കോസ്റ്റ് കൂടി എടുക്കും. അതിൻ്റെ 150%. ഫോർ എക്സാമ്പിൾ A2 പ്ലസ് FL കൂടി വരുമ്പോഴത്തേനും 100 രൂപയാണെന്ന് വെച്ചോ, ഒരു 50 രൂപ പ്രോഫിറ്റും കൂടി ഇടും. ഒരു 50% പ്രോഫിറ്റും കൂടി ഇട്ടിട്ടാണ് MSP എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി കാൽക്കുലേഷൻ ഓഫ് MSP. ആൻഡ് ഇനി നിങ്ങൾ നോക്കേണ്ടത് MSP ഏതൊക്കെ ക്രോപ്സിന് ആണ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരു തവണ വന്നതാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 7 സിറിയൽസിന് ഏതൊക്കെ? പാഡി, വീറ്റ്, മെയ്സ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നാൽ മതി. ഇതിൻ്റെ PDF അവൈലബിൾ ആയിരിക്കും. സോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. 5 പൾസസ്, 7 ഓയിൽ സീഡ്സ് ആൻഡ് 4 കൊമേഴ്ഷ്യൽ ക്രോപ്സ്. ആൻഡ് ഈ 4 കൊമേഴ്ഷ്യൽ ക്രോപ്സ്, ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സിൻ്റെ കാര്യത്തിൽ അഡീഷണൽ ഡിസ്കഷൻ ആവശ്യമാണ്. ഇവിടെ കൊപ്ര, കോട്ടൺ, റോ ജൂട്ട്, ഷുഗർ കെയിൻ. ഓക്കെ, ഷുഗർ കെയിൻ്റെ കാര്യത്തിലൊരു എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. ഷുഗർ കെയിൻ MSP റെജീമിൻ്റെ ഭാഗമാണെങ്കിലും ഷുഗർ കെയിന് പ്രഖ്യാപിക്കുന്ന താങ്ങുവില അറിയപ്പെടുന്നത് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്നാണ്. ഓക്കെ, ഈവൻ ദോ MSP റെജീമിൻ്റെ ഭാഗമാണെങ്കിലും ഇതിനെ പ്രഖ്യാപിക്കുന്ന താങ്ങുവില അറിയപ്പെടുന്നത് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇതിനെ ഒരു സെപ്പറേറ്റ് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് റീസൺ ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ ക്രോപ്പിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് അതിനകത്തെ സുക്രോസ് കണ്ടൻറ്റ് എന്ത് ചെയ്യും? കുറയാനായിട്ട് തുടങ്ങും. 96 മണിക്കൂർ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 50 ആയിട്ട് കുറയും. സോ ഇത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊക്യൂർ ചെയ്യണം. ഷുഗർ മിൽസ് അത് പ്രൊക്യൂർ ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റിൽ ഡിലേ ഉണ്ട്. സോ ഷുഗർ മിൽസ് അത് എത്രയും പെട്ടെന്ന് പ്രൊക്യൂർ ചെയ്യണം. സോ ഗവൺമെൻറ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ മിൽസിനോട് പ്രൊക്യൂർ ചെയ്യാൻ പറയും. അതിൻ്റെ ഒരു മിനിമം പൈസ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഷുഗർ മിൽസിന് കൊടുക്കും. സോ MSPൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? MSP ഗവൺമെൻറ് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്ന റേറ്റ് ആണ്. MSP ഒരിക്കലും മാർക്കറ്റിൽ അപ്ലൈഡ് അല്ല. ഓക്കെ, നമ്മുടെ വെളിയിലുള്ള ആ മാർക്കറ്റ് ഫോഴ്സസുമായിട്ട് യാതൊരു ബന്ധവും MSPക്കില്ല. ഷുഗർ മിൽസ് ജനറൽ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് MSP റെജീമിൻ്റെ ഭാഗമാക്കാൻ പറ്റില്ല. ഈ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിനെ MSP റെജീമിൻ്റെ ഭാഗമാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഗവൺമെൻറ്റിന് മാർക്കറ്റിൽ ഇടപെടാൻ അനുവാദം കൊടുക്കുന്ന ഒരു നിയമമുണ്ട്, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. ഓക്കെ, ചില കമ്മോഡിറ്റീസിൻ്റെ വില അനിയന്ത്രിതമായി ഉയരാൻ പാടില്ല. അത് നമ്മുടെ നോർമൽ ലൈഫിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. സോ ആ കൺട്രോൾ ഗവൺമെൻറ് കൊടുക്കുന്ന നിയമമാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. സോ ഇതിനകത്ത് ഉൾപ്പെടുത്തി ഒരു വില നിശ്ചയിച്ച് ഷുഗർ മിൽസിനോട് ഗവൺമെൻറ് എന്ത് പറയും? നിങ്ങളിത് പ്രൊക്യൂർ ചെയ്യാൻ പറയും.
ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് സിസ്റ്റം ഷുഗർ കെയിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ആൻഡ് ഇതിൻ്റെ കാൽക്കുലേഷൻ സ്വാമിനാഥൻ കമ്മിറ്റീൻ്റെ, വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഇതിൻ്റെ കാൽക്കുലേഷൻ സ്വാമിനാഥൻ കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമല്ല, മറിച്ച് രംഗരാജൻ കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് നോട്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഇതേ നോക്കാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏരിയയിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് 2014 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് ഓഫ് ഷുഗർ കെയിൻ ഈസ് അപ്രൂവ്ഡ് ബൈ, സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, കൺസിഡർ ദ ഫോളോയിങ്. ഇതിൽ ഏതൊക്കെയാണ് MSP ഇല്ലാത്ത ക്രോപ്സ് എന്നുള്ളതാണ്. ഇതിലേതൊക്കെയാണ് MSP ഉള്ള ക്രോപ്സ് എന്നുള്ളതാണ്. ഇത് ബേസിക്കലി 3 ഇല്ലാത്ത ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, 3 ഇല്ലാത്ത ഒറ്റ ഓപ്ഷനുള്ളൂ, 2, 4, 5, 6, 7. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനം നിങ്ങൾക്കിത് മനപ്പാടമാക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്കത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പോഴത്തെ ഇഷ്യൂയിലേക്ക് നമ്മൾ വരണമല്ലോ. കാരണം എന്തിനാണ് ഈ കർഷകർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ താങ്ങുവിലൊക്കെ പ്രഖ്യാപിച്ചിട്ടും ഗവൺമെൻറ് അത് കൊടുത്തിട്ടും എന്തിനാണ് ഇവർ തെരുവിലിറങ്ങുന്നത് എന്നുള്ള കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. സോ അതിലേക്ക് നമുക്ക് വരാം. വാട്ട് ആർ ദി ഇഷ്യൂസ് വിത്ത് ദി കറൻറ്റ് MSP റെജീം? ഓക്കെ, ഭയങ്കര കോമഡിയാണ്. ഏതാണ്ട് 23 ഐറ്റംസിന് ഗവൺമെൻറ് MSP പ്രഖ്യാപിക്കുന്നുണ്ട്, പക്ഷേ പ്രൊക്യൂർമെൻ്റ് ഒന്നും നടക്കുന്നില്ല. പ്രൊക്യൂർമെൻറ്റ് നടക്കുന്ന ആകെ 2 ക്രോപ്സിൽ മാത്രമാണ്, വീറ്റ് ആൻഡ് റൈസ്. പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഓക്കെ, ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുന്നേ ഇല്ല. ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുന്ന ബഫർ സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്ത് വെക്കുന്ന വീറ്റും റൈസും മാത്രമാണ്. അവിടെ നിന്നും ആ 2 ക്രോപ്സിൽ മാത്രമാണ് പ്രൊക്യൂർമെൻ്റ് ഉള്ളത്. ആൻഡ് പ്രൊക്യൂർ ചെയ്യുന്ന റീജൻസ് ഭയങ്കര സ്ക്യൂഡാണ്. പഞ്ചാബ്, ഹരിയാന ആൻഡ് വെസ്റ്റേൺ ഉത്തർപ്രദേശ് ഈ റീജൻസിൽ നിന്ന് മാത്രമാണ് ബേസിക്കലി MSP റേറ്റിൽ പ്രൊക്യൂർമെൻറ്റ് നടക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഓക്കെ, ദ ശാന്തകുമാർ കമ്മിറ്റി, ദി ഹൈ ലെവൽ കമ്മിറ്റി ഹെഡഡ് ബൈ ശാന്തകുമാർ, FCI റിഫോംസിന് വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റി, ആ കമ്മിറ്റീൻ്റെ കണ്ടെത്തലായിരുന്നു ജസ്റ്റ് 6% ഓഫ് ദി ഇന്ത്യൻ ഫാമേഴ്സാണ് FCIക്ക് എന്ത് ചെയ്യുന്നത്, സിറിയൽസ് കൊടുക്കുന്നത്. സോ FCIൻ്റെ പ്രൊക്യൂർമെൻറ്റ് അഫക്റ്റ് ചെയ്യുന്ന ജസ്റ്റ് 6% ഓഫ് ദി ഫാമേഴ്സ് പോപ്പുലേഷൻ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, കർഷക സമരം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ തമ്പടിക്കുന്ന ആൾക്കാരെല്ലാം സിഖുകാർ, അല്ലെങ്കിൽ ഹരിയാനയിൽ നിന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വെസ്റ്റേൺ UP നിന്നുള്ള ആൾക്കാരാണ്. പൊതുവെ നിങ്ങൾക്ക് സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ബാക്കി സൗത്തിൽ നിന്നും ആരും പോകാത്തെന്നുള്ളത്. സൗത്തിൽ നിന്നൊന്നും FCI പ്രൊക്യൂർ ചെയ്യുന്നില്ല. ഓക്കെ, ഗ്രീൻ റെവല്യൂഷൻ ആദ്യം ഉണ്ടായത് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ UPയിലാണ്. അവിടെ തന്നെയാണ് MSP റെജീമും ആദ്യം എസ്റ്റാബ്ലിഷ് ആകുന്നത്. പക്ഷേ പിന്നീട് MSP റെജീം എക്സ്പാൻഡഡ് ആയിട്ടില്ല ടു ദി അതർ പാർട്സ് ഓഫ് ദി കൺട്രി. ഓക്കെ, സോ ബാക്കിയുള്ള കർഷകർക്ക്, അതാണ് അതിൻ്റെ കോമഡിയാണ്, ബാക്കിയുള്ള കർഷകർ ഇന്നേ വരെ MSP റെജീമിൻ്റെ ഗുണഭോക്താക്കളായി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ആ സമരത്തിൽ പങ്കെടുക്കാത്തത്. ഓക്കെ, ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകർ അത് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് എടുക്കുക. നീതി ആയോഗ് പറയുന്നത് 20% ഫാമേഴ്സ് തന്നെ MSPനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ പോലും ഇല്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് ഇവിടെ ഇത് ഭയങ്കര പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FCI ആണ് പ്രൊക്യൂർ ചെയ്യുന്നത് കേട്ടോ. ഗവൺമെൻറ് പ്രഖ്യാപിക്കും, ആ റേറ്റിൽ പ്രൊക്യൂർ ചെയ്യുന്ന ആരാണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പം ഇതിൽ ഭയങ്കര ഡിസ്പാരിറ്റീസ് ഉണ്ട്. ഓക്കെ, വളരെ കുറച്ച് ആൾക്കാർ, ഭയങ്കരമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഡിസ്പാരിറ്റീസും ഇതിലുണ്ട്. അതുകൊണ്ട് പലപ്പോഴും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യുന്നു, MSPനേക്കാളും കൂടുതൽ വിലയിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ ധാന്യങ്ങൾ കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊക്യൂർ ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിൽ വരുന്നൊരു ഇഷ്യൂ ആണ്. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഇതിൻ്റെ പേരിൽ പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യത്തില്ല, പണം കൊടുക്കത്തില്ല. നിങ്ങൾ MSPനേക്കാൾ കൂടുതൽ റേറ്റിലാണ് പ്രൊക്യൂർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂസ് നിരന്തരം വാർത്തകൾ വരുന്നൊരു കാര്യമാണ്. ആൻഡ് ഷുഗർ കെയിൻ്റെ കേസിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ കൈവച്ചു കേട്ടോ. ഷുഗർ കെയിന് പ്രഖ്യാപിക്കുന്ന ഫെയർ ആൻഡ് റെമ്യൂണറേറ്ററി പ്രൈസ് പലപ്പോഴും ഇൻസഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് പല സ്റ്റേറ്റുകളും അവരുടേതായിട്ടുള്ള വില നിശ്ചയിച്ച് ഷുഗർ കെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പ്രൈസസ് അറിയപ്പെടുന്നത് സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസസ് എന്നാണ്. ഓക്കെ, ബൈ കീ ഷുഗർ കെയിൻ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്. ഇങ്ങനത്തെ കുറച്ച് ഫാക്ച്വൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ വേണം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കർഷക സമരത്തിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ഈ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമരത്തിൽ നിൽക്കുന്നത് അല്ലേ. ഈ എന്തുകൊണ്ടാണ് ഈ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകർ തന്നെ സമരത്തിലേക്ക് നിൽക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതിൻ്റെ ഉത്തരം കിടക്കുന്ന ഇവിടെയാണ്, ഗവേണൻസിലെ പ്രശ്നങ്ങളാണ്. ഓക്കെ,
ഗവേണൻസിലെ പോരായ്മകളാണ് MSP റെജീമിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. അത് MSP റെജീമിൻ്റെ ഗവേണൻസ് മാത്രമല്ല, പൊതുവെയുള്ള അഗ്രികൾച്ചറൽ ഗവേണൻസിലെ പ്രശ്നങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ MSP റെജീമിൻ്റെ കേസ് എടുത്ത് നോക്കാം. ദാറ്റ് റെജീം ഈസ് മാഡ് വിത്ത് ലോബീസ് ആൻഡ് പ്രൊസീജിയറൽ ഡിലേസ്. കർഷകരുടെ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. അവർക്ക് സീസണലായിട്ട് അവർക്ക് കൃഷി ഇറക്കണം. സോ അതുകൊണ്ട് തന്നെ എന്താണ്, പീരിയോഡിക്കലി പ്രൊക്യൂർമെൻറ്റ് നടക്കണം. MSP സിസ്റ്റം ഇങ്ങനെയാണ്. APMCs ഉണ്ടല്ലോ, APMC റിഫോംസ് അഗെയിൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ APMC വഴിയാണ് FCA പ്രൊക്യൂർ ചെയ്യുന്നത്. ആൻഡ് APMCയിൽ ഫുള്ള് ലോബീസാണ്. സോ ആ ലോബികളുമായിട്ട് കണക്ഷനിലുള്ള കർഷകർക്ക് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് FCAക്ക് ധാന്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള കർഷകരെല്ലാം തന്നെ ഔട്ടാണ്. റിച്ച് ആയിട്ടുള്ള ഫാമേഴ്സ്, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമേഴ്സിന് മാത്രമേ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് മാറാൻ സാധിക്കുന്നു. മറ്റൊരു പ്രശ്നം, FCA പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്, ഒരു ഗവൺമെൻറ് ഏജൻസി ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഡിലേസ് ഉണ്ട്. ഇത് പലപ്പോഴും കർഷകരുടെ ഡിസ്ട്രസ് സെല്ലിങ്ങിന് കാരണമായി മാറുന്നു. കാരണം കർഷകൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് സീസണലായിട്ട് ഇങ്ങനെ കൃഷി ഇറക്കണം. അപ്പോൾ അടുത്ത സീസണിൽ കൃഷി ഇറക്കണമെങ്കിൽ അവന് ഇൻപുട്ട് കോസ്റ്റ് മീറ്റ് ചെയ്യണം. അതുകൊണ്ട് പലപ്പോഴും കർഷകർ എന്ത് ചെയ്യും, 50% 50% അടുപ്പിച്ച് അവർ ആദ്യം അങ്ങ് ധാന്യങ്ങൾ വിൽക്കും, കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. അതെന്തുകൊണ്ടുണ്ടാകുന്നു, ഈ പ്രൊസീജിയറൽ ഡിലേസ് കാരണം ഉണ്ടാകുന്നു. സോ MSP റെജീമിനകത്ത് തന്നെ ആകെ 2 റോപ്സിനെ കൊടുക്കുന്നുള്ളൂ. ആ സിസ്റ്റം പോലും എന്താണ്, ഗവേണൻസ് ഇഷ്യൂ കാരണം ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ജനറൽ ഗവേണൻസിൻ്റെ ആംഗിൾ ഒന്ന് എടുക്കുക. അഗ്രികൾച്ചറിൻ്റെ ജനറൽ ഗവേണൻസിൻ്റെ ഒന്ന് എടുക്കുക. അഗ്രികൾച്ചർ ഇന്ത്യയിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് ഗവൺമെൻറ്റിന് 2 വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ട് വേണം ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചറിനെ ഡീൽ ചെയ്യാൻ. കാരണം കർഷകർക്ക് മെയിൻ പ്രശ്നം എന്താണ്, അവർക്ക് വില വേണം. അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വില വേണം. പക്ഷേ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റിക്ക് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കൺസ്യൂമേഴ്സിനെ അഫക്റ്റ് ചെയ്യും. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെ എന്ത് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും. മിഡിൽ ക്ലാസ്സിനെ പിണക്കാനായിട്ട് ഒരു ഗവൺമെൻറ്റും എന്താണ് താല്പര്യമില്ല. എസ്പെഷ്യലി അർബൻ മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ ഭയങ്കര പവർഫുള്ളാണ്. അവരെ പിണക്കാൻ എന്താണ് ഗവൺമെൻറ് യാതൊരു താല്പര്യവുമില്ല. ഇപ്പോൾ ഉള്ളീൻ്റെ വില കൂടിയോണ്ടാണല്ലോ 2014 UPA ഗവൺമെൻറ് സെക്കൻഡ് താഴെ പോയത്. സോ കർഷകന് ലാഭം വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് വില കൂടണം. എന്നാൽ വില കൂടിക്കഴിഞ്ഞാൽ അർബൻ മിഡിൽ ക്ലാസ് പിണങ്ങുകയും ചെയ്യും. സോ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വള്ളത്തിൽ കാല് ചവിട്ടിയാണ് നിൽക്കുന്നത്. ആൻഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിനെ പല ആൾക്കാർ വിമർശിക്കുന്നു. ദാറ്റ് ഗവൺമെൻറ് ഒരു പ്രോ പെസൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല, മറിച്ച് ഒരു പ്രോ കൺസ്യൂമർ ബയസിലാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നതെന്നാണ് പല ആൾക്കാർ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത്. പല എക്സാമ്പിൾസ് അവരതിന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ നിന്ന് പല കമ്മോഡിറ്റീസും എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എടുത്തു കളഞ്ഞു. പിന്നെന്താ പറയുന്നത്, അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിന് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നു, ലിമിറ്റുകൾ വെക്കുന്നു. സോ ഇതെല്ലാം തന്നെയും ട്രേഡിങ്ങിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. സോ ട്രേഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിങ്ങിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ്ങിലാണ് പ്രൈസ് ഡിസ്കവറി ഉണ്ടാകുന്നത്. സോ പല അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസിനും അവർ അർഹിക്കുന്ന ഒരു പ്രൈസ് ഡിസ്കവർ ചെയ്യാനായിട്ട് ഈ ട്രേഡിങ്ങിനുള്ള ലിമിറ്റേഷൻസ് കാരണമായി മാറുന്നുവെന്ന് പല ഇക്കണോമിസ്റ്റുകളും എന്ത് ചെയ്യുന്നു, വിമർശിക്കുന്നു. പിന്നെ ഗവൺമെൻറ്റിന് ശരിക്കും കർഷകർക്ക് ലാഭം ഉണ്ടാകുന്ന സംഭവമാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചറൽ എക്സ്പോർട്സിന് നിയന്ത്രണങ്ങൾ വെക്കുന്നു. വീറ്റിന് റെസ്ട്രിക്ഷൻ വെച്ചു. ഇപ്പോൾ യുക്രൈൻ വാറിൻ്റെ ടൈമിലൊക്കെ ഇന്ത്യൻ കർഷകർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു 10 പൈസ ഉണ്ടാകാനായിട്ടുള്ളത്. പക്ഷേ വീറ്റിന് എന്ത് ചെയ്തു, എക്സ്പോർട്ടിന് റെസ്ട്രിക്ഷൻ വരുന്നു. നോൺ ബസുമതി റൈസിന് എക്സ്പോർട്ടിന് റെസ്ട്രിക്ഷൻസ് വരുന്നു. അണിയൻ എഗെയിൻ റെസ്ട്രിക്ഷൻസ് വരുന്നു. സോ ഇതെല്ലാം തന്നെയും കർഷകന് ഈ പ്രോ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡുള്ള ഗവൺമെൻറ് ഈ നടപടി കാരണം കർഷകന് അർഹതപ്പെട്ട ആ വില കിട്ടാതെ പോകുന്നു. ഇത് ഗവേണൻസ് ഇഷ്യൂ ആണ് എന്നുള്ള രീതിക്ക് എന്താണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു MSPൻ്റെ സിസ്റ്റം മറ്റൊരു കോമഡി ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന MSP ഇറ്റ് ഈസ് ഫാർ ബിലോ ദി മാർക്കറ്റ് പ്രൈസ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സ് എന്താണ്, അവരത്ര എക്യുപ്ഡ് അല്ല, അവരത്ര എംപവേർഡ് അല്ല. ഇതൊന്നും അറിയാതെ ഇവർ APMCയിൽ FCAക്ക് എന്ത് ചെയ്യുന്നു, ഇത് വിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് കർഷകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവെയർ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് ദി ഗവേണൻസ്. സോ നമ്മൾ MSP എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇഷ്യൂവിനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴത്തേനും എൻറ്റയർ ഗവേണൻസിലെ പ്രശ്നങ്ങളും കൂടി എന്ത് ചെയ്യണം, നമ്മളൊന്ന് മനസ്സിലാക്കി പോകണമെന്ന് അറിഞ്ഞിരിക്കാം. സോ അതുകൊണ്ട് നമുക്കിനി ഇവരുടെ ഡിമാൻഡിലേക്കൊന്ന് എടുക്കാം. ഡിമാൻഡ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അവർ പറയുന്നത് എന്താണ്, MSPക്ക് ലീഗൽ ബാക്കിംഗ് വേണം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അഡ്വാൻറ്റേജ് എന്താണ്, ഇതൊരു MSP ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനായിട്ട് സ്റ്റേറ്റിന് വരികയാണെങ്കിൽ
ഈ 23 ക്രോപ്സിനും സ്റ്റേറ്റ് എന്ത് ചെയ്യണം, MSP കൊടുക്കേണ്ടി വരും അല്ലേ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് ആൻഡ് മിനിമം റെമ്യൂണറേഷൻ കർഷകന് ഉറപ്പാവും. ഓക്കെ, ഫോർ ഓൾ ദീസ് 23 ക്രോപ്സ്. ഓക്കെ, സോ MSP വരുമ്പോഴത്തേനും കർഷക സോയിങ്ങിന് മുമ്പ് തന്നെ, വിത്തിറക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് തന്നെ കർഷകർക്ക് പലപ്പോഴും ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ എന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ദിസ് ആക്ച്വലി ആക്ട് ആസ് എൻ ഇൻസെൻറ്റീവ് ഫോർ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, ഒരു മിനിമം തുക കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി എൻ ഇൻസെൻറ്റീവ് ഫോർ ക്രോപ്പ് പ്രൊഡക്ഷൻ. ബാക്കിയുള്ള വിളകൾക്കും MSP കിട്ടുക എന്ന് പറഞ്ഞാൽ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷനും ഇന്ത്യയിൽ നടക്കും. ഇതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പ്രൊക്യൂർമെൻറ്റ് റൈസിലും വീറ്റിലും മാത്രം നടക്കുന്നത് കാരണം ഇന്ന് ഇന്ത്യയിലെ അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയൻസിലേക്ക് ഈ റാഗി, ജോവർ പോലത്തെ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയൻസിലേക്ക് വരെ എന്ത് ചെയ്യുന്നു, റൈസും വീറ്റും കടന്നു വരികയാണ്. ഇത് ഭയങ്കര എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. കാരണം റൈസിൻ്റെയും വീറ്റിൻ്റെയും കാർബൺ ഫുട് പ്രിൻറ്റ് അത്യാവശ്യം ഹൈയാണ്. അത്യാവശ്യം നല്ല വെള്ളം വേണം റൈസിനൊക്കെ ആണെങ്കിൽ. ആൻഡ് നമ്മുടെ നാട്ടിലെ ഇറിഗേഷൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ, ഭയങ്കര പ്രിസിഷൻ ഇറിഗേഷനൊന്നും അല്ല നടക്കുന്നത്, ഫ്ലഡ് ഇറിഗേഷനാണ് നടക്കുന്നത്. സോ നമ്മുടെ വാട്ടർ ടേബിളിനെ അവരെ അഫക്റ്റ് ചെയ്യുന്നു ഈ MSP റെജീം. സോ കുറേ ക്രോപ്സിന് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. അതിന് എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് വരെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒരു പരിധി കൂടുതൽ അഫക്റ്റ് ചെയ്യത്തില്ല. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ഫൈനലി നമ്മുടെ കർഷകർക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ MSP പലപ്പോഴും മാർക്കറ്റ് പ്രൈസിനേക്കാളും എന്താണ്, താഴെയാണ്. ബട്ട് സ്റ്റിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമ്മുടെ കർഷകന് അവൻ അത്ര എംപവേർഡ് അല്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ MSP നല്ലതാണെന്ന് പല ആൾക്കാരും പറഞ്ഞു. അവർ പറയുന്ന റീസൺ എന്താണ്, ഇറ്റ് വിൽ പ്രൊവൈഡ് എ ബെഞ്ച് മാർക്ക് ഫോർ പ്രൈവറ്റ് പ്ലേയേഴ്സ്. ഇന്ത്യൻ കർഷകൻ എന്താണ്, ബാർഗെയിനിങ് പവർ ഇല്ല. ഈ പ്രൈവറ്റ് പ്ലേയേഴ്സിന് മുന്നിൽ ബാർഗെയിനിങ് പവർ ഇല്ല. സോ അവർ വില കുറയ്ക്കുവാണെങ്കിൽ നിങ്ങൾ പോക്കോ, ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ കർഷകനുണ്ടാകും. സോ ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് മൂവ് എന്ന് പല ആൾക്കാരും പറയുന്നു. പക്ഷേ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇക്കണോമിസ്റ്റുകളും ഒക്കെ ഇതിനെ പല ഇക്കണോമിസ്റ്റുകളും ഓൾമോസ്റ്റ് മെജോറിറ്റി അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇതിനെ എതിർക്കുന്നു. അവരുടെ വ്യൂ പോയിൻറ്റ്സ് എന്താണെന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, MSP സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആക്കി മാറ്റിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ്. ഒന്ന്, ഗവൺമെൻറ് എന്തുകൊണ്ടാണ് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടും വെറും 2 ക്രോപ്സിൽ മാത്രം പ്രൊക്യൂർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ ബേർഡൻ. ഓക്കെ, ഇന്നും നിങ്ങൾ ഗവൺമെൻറ് ബജറ്റൊക്കെ എടുത്ത് നോക്കുക, ഓൾമോസ്റ്റ് 20% നമ്മൾ എടുത്ത ലോണിന് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഡെറ്റ് ടു GDP റേഷ്യോ ഓൾമോസ്റ്റ് 35 to 37 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഫുഡ് സബ്സിഡി ബിൽ 2022-23 എടുക്കുകയാണെങ്കിൽ 2.75 lakh crore ആണ്. നമ്മുടെ ആകെ ബജറ്റ് ഒരു വർഷം എത്രയാണ്, 45 ലക്ഷം കോടി എന്നാണ്. സോ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് 4% ഓഫ് ദി എൻറ്റയർ ബജറ്റ് എന്താണ്, ഫുഡ് സബ്സിഡി ഇതാണ്. ആൻഡ് ഇത് ഗവൺമെൻറ് ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ ആണ്. ബാക്കി ക്രോപ്സിനും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയും. ഓക്കെ, 2 ഇക്കണോമിസ്റ്റുകൾ പറയുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ MSP ബാക്കിയുള്ള ക്രോപ്സിനും കൂടി എന്ത് ചെയ്തു, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഓൾറെഡി ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിന് എന്താണ്, ഫ്യൂവൽ ആൻഡ് ഫുഡ് ഇൻഫ്ലേഷൻ താങ്ങാൻ പറ്റുന്നില്ല. MSP കൊണ്ടുവരുവാണെങ്കിൽ നിലവിലത്തെ അവസ്ഥയിൽ നിന്ന് ഏതാണ്ട് ഒരു 20 തൊട്ട് 25% വരെ ഫുഡിൽ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ ഉണ്ടാകുമെന്ന് പല ആൾക്കാരും പ്രെഡിക്റ്റ് ചെയ്യുന്നു. മൂന്നാമത് ഇക്കണോമിസ്റ്റുകൾ പറയുന്ന കാര്യം, ഇത് മാർക്കറ്റ് ഡിസ്റ്റോർട്ടിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. മാർക്കറ്റിനെ വളരാനായിട്ട് അനുവദിക്കണം. മാർക്കറ്റ് ഫോഴ്സസിന് ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കടിഞ്ഞാനിട്ട് നിർത്താൻ പാടില്ല. ഗവൺമെൻറ് ഇടപെട്ടോ മാർക്കറ്റ് ഡിസ്റ്റോർട്ടിംഗ് ആക്ടിവിറ്റീസ്, ഇപ്പം ഇലക്ട്രിസിറ്റി സബ്സിഡൈസ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ, ഫെർട്ടിലൈസേഴ്സ് സബ്സിഡൈസ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ. പക്ഷേ ആ ഡിസ്റ്റോർട്ടിംഗ് ആക്ടിവിറ്റീസിനൊരു ലിമിറ്റ് വേണം. മാർക്കറ്റിനെ അതിൻ്റെ വഴിക്ക് വിടുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഭയങ്കര ശക്തമായിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് ഡിസ്റ്റോർട്ടിംഗ് ആക്ടിവിറ്റി ഇന്ത്യ ഒരു പരിധി കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് WTO. WTOനെ നമുക്ക് അങ്ങനെ പിണക്കാനൊന്നും പറ്റത്തില്ല. WTO റെജീമിൻ്റെ ഭാഗമാകുന്നത് ഇന്ത്യക്ക് ഒത്തിരി ഗുണമാണ്. ഓക്കെ, ഇന്ത്യയിലെ പ്രൊഡ്യൂസേഴ്സിന് വേൾഡ് മാർക്കറ്റ് ഇത്ര ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ട് മാറിയത് നമ്മൾ WTO റെജീമിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. സോ WTO റെജീമിനെയും നമുക്ക് അങ്ങനെ പിണക്കാനായിട്ട് പറ്റത്തില്ല. ഇതെല്ലാം മാർക്കറ്റ് ഡിസ്റ്റോർട്ടിംഗ് സംഭവങ്ങളാണ്.
സോ ഇത് ലോങ് ടേം സൊല്യൂഷൻ അല്ല. ഓക്കെ, അതുകൊണ്ട് ഇതൊരു നല്ല നടപടിയല്ല എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുന്നു പല ആൾക്കാർ പറയുന്നുണ്ട്. ആൻഡ് നാലാമത്തെ പോയിന്റ്, ഇതെന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നതിൻ്റെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ടെമ്പററി ഇഷ്യൂ ആണ്. ശരിക്കും ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നും അല്ല. ഓക്കെ, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതല്ല റൈറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. MSP റെജീം ഇൻക്രീസ് അല്ലെങ്കിൽ കൂടുതൽ ക്രോപ്സിലേക്ക് MSP ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഗവൺമെൻറ് മെഷീനറി അതിലേക്ക് ഇൻവോൾവ് ആകേണ്ടി വരും. 21ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു 1990s ശേഷമുള്ള ലോകത്തിൻ്റെ ഒരു ചിന്താഗതി എന്താണ്? മിനിമം ഗവൺമെൻറ് ആൻഡ് മാക്സിമം ഗവൺമെൻറ്. ഓക്കെ, അതായത് ഗവൺമെൻറ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഈ കാര്യങ്ങളിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇന്ന് പൊതുവെ ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് സൈസ് കുറയ്ക്കണം, ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് മാത്രം നിന്നാൽ മതി. പക്ഷെ കൂടുതൽ ക്രോപ്സിലേക്ക് MSP കൊണ്ടുവരുവാണെങ്കിൽ ഗവൺമെൻറ്റിന് കൂടുതൽ ബ്യൂറോക്രസീനെ, കൂടുതൽ ഗവൺമെൻറ് ഏജൻസീസിനെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഗവൺമെൻറ് സൈസ് വലുതാവും. ഓക്കെ, ആൻഡ് ഇതൊന്നും ഗവൺമെൻറ് ചെയ്യേണ്ട പണിയല്ല, ഇതൊക്കെ മാർക്കറ്റിന് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു പ്രവണതയാണ് ഇന്ന് പൊതുവെ ലോകത്തിനെ നിയന്ത്രിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്യാം. ഇപ്പം നിങ്ങളൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണെങ്കിൽ നിങ്ങൾ നിയോ ലിബറലിസത്തിൻ്റെ വലിയൊരു എതിർക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഗവൺമെൻറ് മാക്സിമം ചെറുതാകണം, ഗവൺമെൻറ് സൈസ് കുറയ്ക്കണം, കൂടുതൽ മാർക്കറ്റിന് പ്രൈവറ്റ് പ്ലെയേഴ്സിന് എൻട്രി ചെയ്യിക്കണം, എങ്കിൽ മാത്രമേ എഫിഷ്യൻസി ഉണ്ടാകത്തുള്ളൂ, എങ്കിൽ മാത്രമേ പ്രോഡക്റ്റുകളായിക്കോട്ടെ സർവീസസ് ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ വില താഴേക്ക് വരൂ എന്നൊക്കെ പറയുന്ന ബേസിക്കലി ഒരു നിയോ ലിബറൽ ചിന്താഗതിയാണ്. ഓക്കെ, നമ്മൾ റീഗനിസം, താച്ചറിസം എന്നൊക്കെ നിങ്ങൾ ഗവേണൻസിൽ പഠിക്കുന്ന ഒരു സംഭവം. പക്ഷേ സോഷ്യലിസ്റ്റുകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. സോ എഗെയിൻ ഇതിനകത്ത് പൊളിറ്റിക്സ് ഇൻവോൾവ് ആണ്. ഇഫ് യു ആർ എ സോഷ്യലിസ്റ്റ് ഈ ഒരു ചിന്താഗതിയോട് നിങ്ങൾക്ക് ചിലപ്പോൾ യോജിപ്പുണ്ടാകത്തില്ല. പക്ഷേ ഇന്ന് ഈവൻ ടുഡേ ഇന്ത്യയും എന്താണ് ഒരു നിയോ ലിബറൽ സ്റ്റാൻഡിലാണ്. വി ആർ ട്രൈങ് ടു റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി ഗവൺമെൻറ്. ഒരു ഫെസിലിറ്റേറ്ററായിട്ട് മാത്രം നിൽക്കാനായിട്ടാണ് ഗവൺമെൻറ്റിന് താല്പര്യം. നിങ്ങളും പറ്റുമെങ്കിൽ ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തുക. കീപ് അസൈഡ് യുവർ പൊളിറ്റിക്സ്. കാരണം UPSCക്ക് ഒരു സ്കോളറിനെയും ആവശ്യമില്ല, ഒരു ആക്ടിവിസ്റ്റിനെയും ആവശ്യമില്ല, ഒരു അഡ്മിനിസ്ട്രേറ്ററിനെയാണ് ആവശ്യം. സോ ഈവൻ ഇന്നത്തെ ഗവൺമെൻറ്റും എന്താണ് ഒരു നിയോ ലിബറൽ സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാം. ആൻഡ് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ മാർക്കറ്റ് ഡിസ്റ്റോർട്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ WTO കോൺഫ്ലിക്റ്റിലേക്ക് വരുമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ആൻഡ് അതും റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത് 2021 മാർച്ചിൽ വന്നൊരു ന്യൂസാണ്. ഓക്കെ, ഇന്ത്യ ഈസ് അണ്ടർ സ്ക്രൂട്ടണി. ഓക്കെ, ഇന്ത്യ ഈസ് അണ്ടർ ഫയർ അറ്റ് WTO ഫോർ അവോയ്ഡിങ് ക്വസ്റ്റ്യൻസ് ഓൺ MSP സബ്സിഡീസ്. Okay, India is already facing heat from the WTO regime due to MSPs. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ MSPക്ക് ലീഗൽ ബാക്കിംഗ് വേണമെന്ന് പറഞ്ഞ് സമരം നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാം. സോ ഈ ഒരു കാര്യത്തിലും പല ആൾക്കാർക്കും കൺഫ്യൂഷൻസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ട്. സോ MSP ആയിട്ട് ബന്ധപ്പെട്ട് WTOയിൽ ഇഷ്യൂസ് എന്താണെന്നാണ് ഈ വീഡിയോയിൽ കൂടി തന്നെ നമുക്കങ്ങ് ക്ലിയർ ചെയ്ത് പോകാം. നിങ്ങൾക്കറിയാം WTO എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ റെജീം എക്സിസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്ന താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് ചെയ്യുക, മാക്സിമം റിമൂവ് ചെയ്യുക. ഇതാണല്ലോ ഇവരുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സംഭവം. ഇത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടറിൽ മാത്രമല്ല, അഗ്രികൾച്ചറിലെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിലും താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് WTOൻ്റെ ഒരു ലക്ഷ്യമാണ്. സോ അഗ്രികൾച്ചറിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ്ഡ് ആകുന്നത് എവിടെയാണ്? AOAയിലാണ്. ഓക്കെ, നമ്മൾ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയും അല്ലേ. സോ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിൽ കൺട്രീസിനോട് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോസസ് WTO മുന്നോട്ട് വെക്കുന്നുണ്ട്. ആൻഡ് ഗവൺമെൻറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്ന സബ്സിഡീസിനെല്ലാം നമ്മൾ മാർക്കറ്റ് ഡിസ്റ്റോർട്ടിങ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് എന്ത് ചെയ്യുന്നു? സബ്സിഡൈസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. ഫെർട്ടിലൈസേഴ്സ് സബ്സിഡൈസ് ചെയ്ത് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. അപ്പോൾ കർഷകന് വളരെ ചെറിയ വിലയ്ക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കും. സോ അവിടെ ഒരു അൺഫെയർനെസ് ഉണ്ട് എന്നാണ് WTO പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനെ WTO പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങൾ ഇക്കണോമിക്സിൽ പഠിക്കേണ്ടതാണ്. ഗ്രീന്, ബ്ലൂ, ആംബർ അല്ല, ഇങ്ങനത്തെ കുറച്ച് ബോക്സസ് ഉണ്ടെന്നൊക്കെ അറിയാം. ഗ്രീൻ എന്താണ്? ആ സബ്സിഡീസ് എല്ലാം പെർമിസിബിൾ ആണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്?
പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലൂവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഈ MSP പോലത്തെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, ആംബർ കാറ്റഗറിയിലാണ്. ആൻഡ് ഈ ആംബർ കാറ്റഗറിയിൽ ഇത് കുറച്ചുകൊണ്ട് വരണമെന്നാണ് ഡെവലപ്പിംഗ് രാജ്യങ്ങളോട് WTO ആവശ്യപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കുക. MSP ആയിക്കോട്ടെ, ഫെർട്ടിലൈസർ സബ്സിഡി ആയിക്കോട്ടെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഓക്കെ, നമ്മുടെ റേഷൻ കടകളിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ, അതെല്ലാം ഇറ്റ് കംസ് അണ്ടർ ആംബർ ബോക്സ്. കംപ്ലീറ്റ്ലി ഈ ആക്ടിവിറ്റീസ് നിർത്താനായിട്ടല്ല WTO പറയുന്നത്, അതിനൊരു ലിമിറ്റ് വെക്കണം, അത് മെല്ലെ മെല്ലെ കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ദാറ്റ് ലിമിറ്റ് ഈസ് നോൺ ആസ് ദി de minimis limit. Okay, that limit is called as the de minimis limit. എന്താണ് de minimis limit? The aggregate measure of support, entire support നമ്മൾ ക്യുമുലേറ്റീവ് ആയിട്ട് കൂട്ടുമ്പോഴത്തേനും the aggregate measure of support should not exceed 10% of the value of total production in 1 year. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫോർമുല എന്ത് ചെയ്തിട്ടുണ്ട്, WTO മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ക്ലോസ് പല ഡെവലപ്പിംഗ് കൺട്രീസിനും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനും ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നി. അവർക്ക് പറഞ്ഞു നടക്കില്ല, നമുക്ക് പോവേർട്ടി ഉണ്ട്, നമുക്ക് വലിയ പോപ്പുലേഷൻ ഉണ്ട്, ദിസ് ഈസ് നോട്ട് ഫീസിബിൾ എന്ന് പറഞ്ഞു. അങ്ങനെ 2013 ബാലിയിൽ വെച്ചിട്ട് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടക്കുമ്പോൾ ഒരു പുതിയ ആശയം എമേർജ് ചെയ്ത് വന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ദി പീസ് ക്ലോസ്. ഓക്കെ, പീസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി WTOൻ്റെ തീരുമാനങ്ങൾ മെമ്പർ കൺട്രീസ് തെറ്റിക്കുവാണെങ്കിൽ, ഒരു മെമ്പർ കൺട്രി തെറ്റിക്കുവാണെങ്കിൽ ബാക്കി മെമ്പർ കൺട്രീസിന് ആ കൺട്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഓക്കെ, ദ മെമ്പർ കൺട്രീസ് ക്യാൻ ഡ്രാഗ് ഓൺ ദി കൾപ്രിറ്റ് ടു ഇൻ്റർനാഷണൽ അഡ്ജുഡിക്കേഷൻ. ആൻഡ് WTOയും ഇന്ത്യയും തമ്മിലുള്ള ഇഷ്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ WTO ആയിട്ട് ബന്ധപ്പെട്ട 3 കേസുകളിലാണ് ഇന്ത്യ തോറ്റിരിക്കുന്നത്. ആൻഡ് ഇന്ത്യക്ക് കോടികളാണ് ശരിക്കും പറഞ്ഞാൽ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വന്നത്. ഇതൊക്കെ നിങ്ങൾ വാർത്തകൾ വായിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോ പീസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡെവലപ്പിംഗ് കൺട്രീസിന് കുറച്ച് ആശ്വാസം കൊടുക്കുകയാണ് ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, അവർ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ പോപ്പുലേഷൻ, നിങ്ങളുടെ ഫുഡ് സെക്യൂരിറ്റി, നിങ്ങളുടെ പോവേർട്ടി, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് കുറച്ച് നാളത്തേക്ക് നമുക്കൊരു റിലാക്സേഷൻ തരാം. കുറച്ച് നാളത്തേക്ക് എന്താണ്, ഞങ്ങൾ നിങ്ങളെ കോടതിയിലേക്ക് വലിച്ചിഴക്കത്തില്ല എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദി പീസ് ക്ലോസ്. ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രീസ് വിൽ നോട്ട് ബി ഡ്രാഗ് ടു ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് കൺസിഡർ ദി നീഡ് ഓഫ് വെൽഫെയർ. ഓക്കെ, സോ ഒരു പീസ് ക്ലോസ് 2013 ബാലി കോൺഫറൻസിലാണ് വന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഒട്ടും അമാന്തിക്കേണ്ട, ഇന്ത്യയാണ് ദി ഫസ്റ്റ് കൺട്രി ടു യൂസ് ദി പീസ് ക്ലോസ്. കാരണം ഇത്രയധികം ആൾക്കാരുണ്ട്, BPL ഇത്രയധികം ആൾക്കാരുണ്ട്. സോ വി ആർ ദ ഫസ്റ്റ് കൺട്രി ടു യൂസ് ദി പീസ് ക്ലോസ്. ഇനിഷ്യലി WTO പറഞ്ഞത് 4 കൊല്ലത്തേക്ക് ഓക്കെ പീസ് ക്ലോസ് നിലവിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിനെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ ഈ ഡെവലപ്ഡ് കൺട്രീസിനെ പറ്റത്തില്ല. കാരണം ഇവിടെയാണല്ലോ മാർക്കറ്റ് മൊത്തം, ഇവിടെയാണല്ലോ കിടക്കുന്നത്. സോ നമ്മൾ ആ ബാർഗെയിനിങ് പവർ യൂസ് ചെയ്ത് നമ്മളിതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് നീട്ടാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഈ MSPൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇത്രയും പാനിക്ഡ് ആവുന്നത്. നമുക്ക് എത്രത്തോളം എന്ന് പറഞ്ഞിട്ടാണ് WTO റെജീമിനെ നമുക്ക് പണക്കാനായിട്ട് സാധിക്കുന്ന ഒരു കെയർഫുൾ ട്രെഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇവിടെ നടന്നിരിക്കുക. ആൻഡ് കറണ്ട് സ്റ്റേറ്റസ് എന്താണ്, പീസ് ക്ലോസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇന്ത്യ പറഞ്ഞൊരു കാര്യം ഇതാണ്, 4 കൊല്ലം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് പറ്റത്തില്ല. ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. ഇങ്ങനത്തെ ടെമ്പററി എന്ന് പോരാ, ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടക്കി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ. അതുകൊണ്ട് ഡെവലപ്ഡ് കൺട്രീസ് അംഗീകരിച്ചു. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പീസ് ക്ലോസ് എന്ത് ചെയ്യാം, ഇൻവോക്ക് ചെയ്യാം. പക്ഷേ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് ഷുഡ് ബി ഓൺലി ഫോർ ഫുഡ് സെക്യൂരിറ്റി. യുക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്തിൽ ഇന്ത്യ വീറ്റ് എക്സ്പോർട്ട് ചെയ്യാതിരുന്നതിൻ്റെ ഒരു റീസൺ ഇതാണെന്നും ഇക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സ്പോർട്ട് ഇസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ആൻഡ് WTOയ്ക്ക് നമ്മുടെ ഈ സബ്സിഡീസിനെ പറ്റിയിട്ടുള്ള ഡേറ്റാസ് എന്ത് ചെയ്യണം, റെഗുലറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ ഡേറ്റാസ് റെഗുലറായിട്ട് അപ്ഡേറ്റ് ഇന്ത്യ ചെയ്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്തയൊക്കെയായിട്ട് വരാൻ കാരണം. WTOയിലെ ഡെവലപ്ഡ് കൺട്രീസ് പുട്ട് ഇന്ത്യ അണ്ടർ ഫയർ എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ വരാനായിട്ടുള്ള റീസൺ ഇതാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ആൻഡ് ഫൈനലി നമ്മൾ അഗ്രികൾച്ചറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് MSP ഈസ് നോട്ട് ദി റൈറ്റ് സൊല്യൂഷൻ എന്ന് നമ്മളൊന്ന് പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ എന്താണ് റൈറ്റ് സൊല്യൂഷൻ എന്നും കൂടി നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു മെയിൻ എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, മെയിൻ എക്സാമിനേഷൻ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ എന്താണ് റൈറ്റ് സൊല്യൂഷൻ, അഗ്രികൾച്ചറിനെ സംബന്ധിച്ച് എന്താണ് റൈറ്റ് സൊല്യൂഷൻസ്?
ഒന്ന്, ലാൻഡ് റിഫോംസ് ഇന്ത്യയിൽ അനിവാര്യമാണ്. ലാൻഡ് റിഫോംസ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവന് പിടിച്ചു പറിക്കുക എന്നുള്ളൊരു ആംഗിളിലല്ല. ഇനി ഇന്ത്യക്ക് വേണ്ട ലാൻഡ് റിഫോംസ് എന്താണ്? ലാൻഡ് കൺസോൾട്ടേഷനാണ്. കാരണം ഓൾമോസ്റ്റ് 80% ഓഫ് ദി ഫാമേഴ്സും ഒരു ഏക്കറിൽ താഴെ ഒക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ഫാമേഴ്സാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ കൂടുതൽ ഗവൺമെൻറ്റിനെ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് അഗ്രികൾച്ചർ സെക്ടറിൽ എന്ത് ചെയ്യണം? വരണം. 2, ഗവൺമെൻറ് അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണം. അത് അവരെ ഫാമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കർഷകരുടെ കാര്യം തന്നെ എടുത്തു. പലപ്പോഴും 50% ഇവർ ആദ്യമേ തന്നെ ഡിസ്ട്രെസ് ആയിട്ട് അങ്ങ് എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. എന്തുകൊണ്ടാണ് കർഷകർ അങ്ങനെ സെല്ല് ചെയ്യേണ്ടി വരുന്നത്? അവന് സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല, അവന് ട്രാൻസ്പോർട്ടേഷനിൽ അവന് ലിമിറ്റേഷൻ ഫേസ് ചെയ്യുന്നു. സോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെയർ ഹൗസിങ് ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇൻഡയറക്ട്ലി കർഷകന് ഗുണമായിട്ട് മാറും. 3, ഗവൺമെൻറ് മാർക്കറ്റബിലിറ്റി ഓഫ് ദി അഗ്രികൾച്ചർ പ്രോഡക്ട്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. കർഷകന് വിൽക്കാൻ പറ്റണം. ഓക്കെ, ഹീ ഷുഡ് ഹാവ് ഈസി ആക്സസ് ടു മാർക്കറ്റ്. അത് കർഷകൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ലോക്കൽ മാർക്കറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സോ ഗവൺമെൻറ് ഷുഡ് ട്രൈ ടു ബ്രിങ് ഫാമേഴ്സ് ടു ദി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. അതിൽ APMC റിഫോംസിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ ലോബിയിങ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ്, ഇതിനെല്ലാം ഡീൽ ചെയ്യണം. ഒരു നാഷണൽ മാർക്കറ്റ് എഫക്റ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് എക്സ്പോർട്സിലുള്ള ബാൻ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. മാർക്കറ്റ് ഫോഴ്സസിനെ കുറച്ച് പ്ലേ ചെയ്യാനായിട്ട് അനുവദിക്കുക. അത് പ്രൊഡ്യൂസറായിട്ടുള്ള കർഷകൻ എന്ത് ചെയ്യും? ഗുണമായിട്ട് മാറും. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഡിസ്ട്രസ് സെല്ലിങ്ങിൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ കർഷകന് ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിന് ക്രെഡിറ്റ് കിട്ടുന്നില്ല. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഈസ് നോട്ട് ആക്സസിബിൾ ടു ഫാമേഴ്സ്. അതുകൊണ്ടാണ് തുച്ഛമായ വിലയ്ക്ക് പലപ്പോഴും ഇവർക്ക് ഡിസ്ട്രസ് സെല്ലിങ് നടത്തേണ്ടി വരുന്നത്. ആൻഡ് ഇപ്പോൾ അടുത്ത പോയിന്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ ഒരു ഡിമാൻഡ് പല ഇക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ MSP ഈസ് ആക്ച്വലി ഇല്ലോജിക്കൽ. കാരണം 23 ക്രോപ്സിന് അത് പ്രഖ്യാപിച്ചിട്ട് വെറും 2 ക്രോപ്സിന് മാത്രമേ പ്രൊക്യൂർമെൻറ്റ് നടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഒരു മോശപ്പെട്ടൊരു കാര്യമാണ് അല്ലേ. അപ്പം ഈ ഒരു സിസ്റ്റം ഇതിനിങ്ങനെ ഇത്രയും മോശപ്പെട്ടൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് പകരം MSPനെ കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞിട്ട് ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഡിമാൻഡുകളൊക്കെ ഇക്കണോമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. ഒരു സൈസബിൾ ചങ്ക് ഓഫ് മണി എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. ഏതെങ്കിലും ഒരു ക്രോപ്പ് ഭയങ്കരമായിട്ട് അങ്ങ് വിലയിടിഞ്ഞ് പോവുകയാണെങ്കിൽ ആ ക്രോപ്പ് കൃഷി ചെയ്ത ഫാമേഴ്സിനെ ടൈമിൽ എന്ത് ചെയ്യാം? അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അല്ലാതെ MSPൻ്റെ ആവശ്യകതയില്ല എന്നുള്ള രീതിക്കുള്ള ഡിമാൻഡ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മെയിൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, 2, കർഷകൻ എംപവർമെൻറ്റ് ആവശ്യമാണ്. ഏതൊക്കെ രീതിക്കുള്ള പൊളിറ്റിക്കൽ എംപവർമെൻറ്റും ലീഗൽ എംപവർമെൻറ്റും ആവശ്യമാണ്. ഓക്കെ, നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കോൺട്രാക്ട് ഫാമിംഗ് ഈസ് ദി ഫ്യൂച്ചർ. ഇന്ത്യൻ കർഷകനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശരിക്കും ഒരു അടിപൊളി സംഭവമാണ് കോൺട്രാക്ട് ഫാമിംഗ്. അതായത് അഗ്രികൾച്ചർ ഗുഡ്സ് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റുകളെയും ഫാമേഴ്സിനെയും ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്ത് കൊടുക്കുക. മിഡിൽമെൻ ഒഴിവാവും. ഇപ്പോൾ APMCൻ്റെ ഒക്കെ പ്രശ്നം ഇതാണ്. ഈ അഗ്രികൾച്ചറിൻ്റെ ഫ്രൂട്ട്സ് മൊത്തം എൻജോയ് ചെയ്യുന്ന ഈ മിഡിൽമെന്നാണ്. പക്ഷേ ഇമാജിൻ വലിയ ശൃംഖലയുള്ള ട്രേഡേഴ്സ് അവർ ഫാമേഴ്സിൽ നിന്ന് ഡയറക്റ്റ്ലി പ്രൊക്യൂർ ചെയ്യുവാണെങ്കിൽ അത് ഈ ട്രേഡേഴ്സിനും ഗുണമാണ്, ഫാമേഴ്സിനും ഗുണമാണ്. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും പല ആൾക്കാരും അതിനെ ഭയക്കുന്നു, അതിനെ എതിർക്കുന്നു. കാരണം ഫാമർ ശരിക്കും പറഞ്ഞാൽ എംപവേർഡ് അല്ല, അവൻ പൊളിറ്റിക്കലി എംപവേർഡ് അല്ല, അവൻ ലീഗലി എംപവേർഡ് അല്ല. സോ അതുകൊണ്ട് ഗവൺമെൻറ് അതുകൊണ്ട് എന്ത് വർക്ക് ചെയ്യണം? ഫോർ ദി പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എംപവർമെൻറ്റ്. ഈ എംപവർമെൻറ്റ് ഇഷ്യൂ കാരണം കോൺട്രാക്ട് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് കർഷകൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കോൺട്രാക്ട് ഫാമിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്താണ്? ഇറ്റ് അവോയ്ഡ്സ് മിഡിൽ മെൻ ആൻഡ് ഫൈനലി ഇറ്റ് ലിബറേറ്റ് ഫാമേഴ്സ് ഫ്രം ദി ലോക്കൽ മാർക്കറ്റ്. ഓക്കെ, ലോക്കൽ മാർക്കറ്റിൽ തളച്ചിടുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ഇന്ത്യൻ കർഷകനുള്ളതെന്ന് പറഞ്ഞിരിക്കുക. ആൻഡ് ഫൈനലി അഡ്രസ് ദി സ്ട്രക്ചറൽ ഇഷ്യൂ. ഓക്കെ, ഏതാണ്ട് 52% ആൾക്കാരും കൃഷിയിലാണ്. പക്ഷേ കൃഷി ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെറും 17% അല്ലേ, അത്രയേ ഉള്ളൂ. ആ സ്ട്രക്ചറൽ ഇഷ്യൂ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. ഒന്നെങ്കിൽ അഗ്രികൾച്ചറിൽ വാല്യൂ അഡീഷൻ കൊണ്ടുവരിക, സോ ദാറ്റ് അഗ്രികൾച്ചർ കുഡ് കോൺട്രിബ്യൂട്ട് അറ്റ്ലീസ്റ്റ് 30% ഓഫ് ഇന്ത്യസ് GDP. അല്ലെങ്കിൽ അഗ്രികൾച്ചറിലുള്ള ആൾക്കാരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക ടു അതർ സെക്ടേഴ്സ്, ടു മാനുഫാക്ചറിങ് ഓർ സർവീസ് സെക്ടേഴ്സ്. സോ ഇതൊക്കെയാണ് ലോങ് ടേം ആയിട്ടുള്ള ഫീസിബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്.
സോ ഇങ്ങനൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ നിങ്ങൾക്ക് വേണം. ആൻഡ് ആ വ്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യു ഷുഡ് ഓൾവേസ് തിങ്ക് ലൈക്ക് ആൻ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റ് ആകാനോ സ്കോളർ ആകാനോ ശ്രമിക്കേണ്ട, ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആംഗിൾ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ കാണുക. സോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് 2 ക്വസ്റ്റ്യൻസും കൂടി നമ്മുടെ 2014 ശേഷം വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നേരത്തെ കാണിച്ചതും ഇതുമെല്ലാം. സോ നോക്കിയേ, ദി ഇക്കണോമിക് കോസ്റ്റ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു ദി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് മിനിമം സപ്പോർട്ട് പ്രൈസ് ആൻഡ് ബോണസ് പേ ടു ദി ഫാർമർ പ്ലസ് എന്താണ്. സോ ഇത് കണ്ടോ, ഇത് റെജീമിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, വി ഷുഡ് അഡ്രസ് ദി റെജീം ഇൻവോൾവ് ഇൻ ദി അഗ്രികൾച്ചറൽ പ്രൈസിങ്. അതാണ് നമ്മളോട് UPSC പറഞ്ഞത്. ഓക്കെ, FCI ഫുഡ് ഗ്രെയിൻസ് പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്, അവരുടെ ഇക്കണോമിക് കോസ്റ്റിൽ എന്തൊക്കെ വരും, മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ട്, എന്തെങ്കിലും ബോണസ് ഉണ്ടെങ്കിൽ വരും, അതുകൂടാതെ എന്തൊക്കെ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ C ആണ്. ഓക്കെ, കാരണം ഇത് കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഗവൺമെൻറ് പ്രൊക്യൂറിങ് ഏജൻസി FCI ആണ്. ഓക്കെ, കർഷകൻ്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത് തൊട്ട് അത് റേഷൻ കടകൾ അല്ലെങ്കിൽ PDS സെൻറ്റേഴ്സിൽ എത്തുന്നത് വരെയുള്ള കോസ്റ്റ് ആര് വഹിക്കണം? FCI വഹിക്കണം. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, കർഷകൻ്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് റേഷൻ കടകൾ വരെ എത്തുന്ന അത്രയും കോസ്റ്റ് ആരാ വഹിക്കുന്നത്? FCI ആണ് വഹിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ C ആയിട്ട് വരുന്നത്, പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. കാരണം പ്രൊക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ പറ്റുമോ? ലോറിക്ക് പൈസ കൊടുക്കണ്ടേ, സ്റ്റോറേജ് ആൻഡ് ഗോഡൗണിൽ പൈസ കൊടുക്കണ്ടേ. സോ പ്രൊക്യൂർമെൻറ്റ് ഇൻസിഡൻറ്റൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻ ദി കേസ് ഓഫ് ഓൾ സീരിയൽസ്, പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ്, ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് MSP ഈസ് അൺലിമിറ്റഡ് ഇൻ എനി സ്റ്റേറ്റ് ഓഫ് UP. ഇപ്പം തന്നെ നിങ്ങൾക്ക് തള്ളിക്കളയാം അല്ലേ, ഓൺലി 6% ഓഫ് ദ ഫാമേഴ്സ് മാത്രമേ ഇത് ബെനിഫിറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് തള്ളിക്കളയാം. 2, ഇൻ കേസ് ഓഫ് സീരിയൽസ് ആൻഡ് പൾസസ് ദ MSP ഈസ് ഫിക്സ്ഡ് ഇൻ എനി സ്റ്റേറ്റ് അറ്റ് എ ലെവൽ ടു വിച്ച് ദി മാർക്കറ്റ് പ്രൈസ് വിൽ നെവർ റൈസ്. സി, മാർക്കറ്റുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുന്ന സാധനമാണ് MSP എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് തള്ളിക്കളയാം. 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഐ ക്യാൻ കൺക്ലൂഡ് ദിസ് വീഡിയോ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റിക്കറിംഗ് ആയിട്ട് ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസിന് വരുന്നതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഡിസ്കഷന് വേണ്ടി എടുത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ PPT വേണമെങ്കിൽ, ഇതിൻ്റെ PDF വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നാൽ മതി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റാണ് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലത്തെ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ CAA ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് കാസ്റ്റ് സെൻസസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് അങ്ങനത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു പൾസ് ഓഫ് ദി പ്രസൻറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.